PM ശ്രീ പദ്ധതി മരവിപ്പിച്ചത് കേന്ദ്രത്തെ അറിയിച്ച് സംസ്ഥാന സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തിന്റെ നിലപാട് അറിയിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷം ഇക്കാര്യം രേഖാമൂലം അറിയിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. CPIയുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചെങ്കിലും ഔദ്യോഗികമായി കേന്ദ്രത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. തീരുമാനമെടുത്ത ആഴ്ച ഒന്ന് കഴിഞ്ഞിട്ടും സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കാത്തത് പലരിലും സംശയമുണ്ടാക്കി. അതിനിടെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് സംസ്ഥാനത്തിന്റെ നിലപാട് അറിയിച്ചത്. ഒരു ചർച്ചയും നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണെന്നുള്ളവരും പറഞ്ഞു. മന്ത്രിയാവുവാൻ അറിയിച്ചു. ക്യാപ്റ്റൻ അബൈൻസിൽ വെക്കുകയാണ്. അത് നടന്ന കാര്യം അതേ കണക്ക് തന്നെ പറഞ്ഞു. രേഖാമൂലം ഇനി അറിയിക്കുകയുള്ളൂ. ഇല്ല, ഞാനിത് ഇന്നിപ്പോൾ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ അക്കാര്യം പിന്നീട് നോക്കാമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ബിനോയ് വിശ്വത്തിന്റെ മുന്നറിയിപ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഞങ്ങൾ ആ പ്രശ്നങ്ങളുടെ തീർന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് ഐക്യത്തോടെ പോവുകയാണ്. ഇന്ത്യയിൽ കുഴപ്പമുണ്ടാകും. ഒരു മുന്നണിയില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. ഞങ്ങൾ രണ്ടും ചട്ടിങ്കലാകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ കിടക്കും. അത് പ്രശ്നമൊന്നുമില്ല. കുടിശ്ശിക ഇനത്തിൽ കേരളത്തിന് കിട്ടാനുള്ള 1166 കോടി രൂപയുടെ SSA ഫണ്ട് റിലീസ് ചെയ്യണമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. പദ്ധതി മരവിപ്പിക്കാനുള്ള സംസ്ഥാന നിലപാട് കേന്ദ്രം അംഗീകരിക്കുമോ തള്ളുമോ എന്നതിലാണ് ആകാംക്ഷ. എന്തായാലും ഔദ്യോഗികമായി സംസ്ഥാനം കത്തയക്കുന്നതുവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടാകില്ലെന്നാണ് വിവരം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.